ഇന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 16 മുതലുള്ള ചില വാക്യങ്ങൾ പരിശോധിക്കാം. 4-ാം അധ്യായത്തിൽ കയ്യനും ഹാബേലും ബലി ചെയ്യുന്നതിനെ കുറിച്ചും അതിൽ ഹാബേലിൻ്റെ ബലിയിൽ ദൈവം പ്രസാദിക്കുന്നു, കയ്യൻ്റെ ബലിയിൽ പ്രസാദിച്ചില്ല. കയ്യൻ ഹാബേലിനെ കൊന്നുകളയും. അങ്ങനെ ഹാബേലിൻ്റെ ചരിത്രം അവിടെ നിൽക്കുകയാണ്. അടുത്തത് കയ്യൻ്റെ ചരിത്രമാണ്. കയ്യൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്നതാണ്. കയ്യൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൻ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവനൊരു പട്ടണം പണിതു. ഹാനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേര് പട്ടണത്തിന്. ഹാനോക്ക് ഈരാദ് ജനിച്ചു. ഈരാദ് മെതുശയേലിനെ ജനിപ്പിച്ചു. മെതുശയേലിനെ ജനിപ്പിച്ചു. മെതുശയേൽ ലാമേക്കിനെ ജനിപ്പിച്ചു. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദാ എന്നും മറ്റവൾക്ക് ഇല്ല എന്നുണ്ടാകും. കയ്യൻ്റെ ഭാര്യ എവിടെ നിന്നാണ് കയ്യന് ഭാര്യയൊക്കെ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നില്ലേ? ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. അവർക്ക് എവിടെ നിന്നാണ് ഭാര്യനെ കിട്ടിയത്? ഇതെല്ലാം ആദാമിൻ്റെ മക്കൾ തന്നെയാണ്, മക്കളാണ്. അതിന് വേറെ സംശയമൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. സന്തതി പെരുക എന്നുള്ളതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അത് വംശപരമ്പരയിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദാ എന്നും മറ്റവർക്ക് ഇല്ല എന്നും പേർ. അപ്പോൾ കയ്യൻ്റെ വംശപരമ്പരയിൽ ജനങ്ങൾ വളരെ പെട്ടെന്ന് പെരുകിക്കൊണ്ടിരുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. 23-ാം വാക്യത്തിൽ ആദയും സില്ലയുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ. ഇവിടെ തുബൽക്കയീൻ, അതിൻ്റെ ശേഷം ലാമേക്ക് തൻ്റെ ഭാര്യമാരോട് പറയുന്നതാണ്. ആദയും സില്ലയുമായുള്ളവർ എൻ്റെ വാക്ക് കേൾപ്പിൻ. ലാമേക്കിൻ ഭാര്യമാരെ എൻ്റെ വചനത്തിന് ചെവി തരും. എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കയ്യനു വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിനു വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ഇത് കയ്യൻ്റെ വംശപരമ്പരയുടെ ഒരു സ്വഭാവമാണ് ഇവിടെ പറയുന്നത്. ഒരു വെല്ലുവിളിയുടെയും മത്സരത്തിൻ്റെയും സ്നേഹശൂന്യതയുടെയും ഒരു വംശപരമ്പര ഇവിടെ ഉടലെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹാബേലിനെ അപേക്ഷിച്ച് ഹാബേൽ നീതിമാൻ എന്ന് ഉള്ള പേരാണ് ഹാബേലിന്. പക്ഷേ കയ്യൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്നാണ് അപ്പോസ്തലൻ പുതിയ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു ദുഷ്ട പരമ്പര കയ്യൻ്റെ പ്രവർത്തനത്തോടുകൂടി ആദാമ്യ സന്തതിയിൽ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. യഹോവ പറഞ്ഞു, ആരെങ്കിലും കയ്യനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കൊടുക്കുമെന്ന് യഹോവ പറയും. ഇവിടെ ലാമേക്ക് എന്താ പറയുന്നത്? എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. അത് ഇദ്ദേഹം തന്നെ ന്യായവിധി നടത്തുമെന്നാണ് പറയുന്നത്. യഹോവയെ വെല്ലുവിളിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ കാണുന്നത്. യഹോവയോട് മത്സരിക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെ ഒരു അധപ്പതിച്ച തലമുറ ഇവിടെ വളർന്നു വരുവാൻ ഇടയായി. കയ്യൻ്റെ വിവാഹത്തോട് അനുബന്ധിച്ച് കയ്യനെ കൊന്നാൽ 7 ഇരട്ടി പകരം കൊടുക്കുമെന്ന് യഹോവയാണ് പറഞ്ഞത്.
ഇവിടെ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ആരാ പകരം ചെയ്യണേ? ലാമേക്കിന്റെ വംശപരമ്പരയിലുള്ളവർ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. അങ്ങനെ ഒരു വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ ജന്മം ഇവിടെ ആരംഭിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഭാഗം നിർത്തിയിട്ട് പിന്നെ പറയുന്നത് 25-ാം വാക്യത്തിൽ, ആദാം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു, അവൾ ഒരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നെന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനും ഒരു മകൻ ജനിച്ചു, അവന് ഏനോസ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയെന്നാണ്. അവിടെ കയ്യൻ്റെ വംശപരമ്പര അവിടെ പറഞ്ഞ് അവസാനിച്ചിട്ട് വീണ്ടും ആദാമിൻ്റെ വംശപരമ്പരയിൽ കയീനും ഹാബേലും ഇല്ല. ഹാബേല് മരിച്ചു പോയല്ലോ. അവിടെ കയീൻ ദുഷ്ടനായതുകൊണ്ട് വംശപരമ്പരയിൽ നിന്ന് ഒഴിവാക്കി കളഞ്ഞു. പിന്നെ ആദാമിൻ്റെ വംശപരമ്പരയിൽ പെടുത്തുന്നത് ശേത്തിനെയാണ്. ശേത്ത് ജനിക്കുമ്പോൾ ആദാമിന് 130 വയസ്സായിരുന്നു. ശേത്തിന് ഒരു സന്തതി ജനിച്ചു, അവന് ഏനോസ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന. അപ്പൊ ഇതൊരു നീതിമാന്മാരുടെ വംശപരമ്പരയായിട്ടാണ് വരുന്നത്. കയീന്റെ വംശപരമ്പര ഒരു ദുഷ്ടതലമുറയുടെ വംശപരമ്പരയായിട്ട് വരുന്നു. ഇതിങ്ങനെ നമ്മൾ പഠിക്കാനുള്ള ആവശ്യം, ഇത് മുമ്പോട്ട് നമ്മൾ വേദപുസ്തകം പരിശോധിച്ച് വരുമ്പോൾ പല കാര്യങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമ കഥകളും ചരിത്രങ്ങളും ഒക്കെ പഠിക്കുന്നത്. അതിൻ്റെ അർത്ഥവും നിവൃത്തികളും കാലാകാലങ്ങളിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ല ഇത് വെറും കഥകളായിട്ട് മനസ്സിലാക്കാനും അതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി തള്ളിക്കളയുന്നതിനും വേണ്ടിയിട്ടല്ല. ഏത് ഭാഗത്ത് പറഞ്ഞാലും അതിനൊരു പൊരുൾ ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ കയീനും ഹാബേലും, കയീൻ ദുഷ്ടതലമുറയാണ്, ഹാബേൽ നീതിമാന്മാരുടെ തലമുറയാണ്. അപ്പോൾ യേശുവിൻ്റെ കാലം ആയപ്പോഴത്തേക്കും ഇസ്രായേലിൽ 2 വിഭാഗം ഉണ്ടായി. ഒന്ന് ശാസ്ത്രിമാര്, പരീശന്മാർ, ഒന്ന് ചുങ്കക്കാർ, പാവികൾ. ഇങ്ങനെ 2 വിഭാഗം ഉണ്ടായി. അവർ തമ്മിൽ മത്സരമുണ്ടായി. അതൊരു അർത്ഥത്തെ സൂചിപ്പിക്കും. പിന്നെ ഇസ്രായേലിൽ നിന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ വന്ന വിശുദ്ധന്മാരെ ആത്മീയ ഇസ്രായേൽ എന്ന് വിശേഷിപ്പിച്ചു. യേശുവിനെയും അപ്പസ്തോലന്മാരെയും കൊന്നുകളഞ്ഞ യഹൂദനെ ജഡിക ഇസ്രായേൽ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഭാവിയിൽ ഇത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൻ്റെ ഒരു രത്നച്ചുരുക്കമാണ് ഇവിടെ കയീന്റെയും ഹാബേലിൻ്റെയും ബലിയിലും അത് ദൈവം പ്രസാദിക്കുന്നതും പ്രസാദിക്കാതിരിക്കുന്നതിനുമുള്ള വ്യത്യാസം കാണിക്കും. ഹാബേൽ ക്രിസ്തുവിനെയും സഭയെയും സൂചിപ്പിക്കുന്നതാണ്. കയീൻ യേശുവിനെയും ശിഷ്യന്മാരെയും ക്രൂശിച്ച ജഡിയ ഇസ്രായേലിനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഴയ നിയമ ചരിത്രങ്ങളും കഥകളും അതിൻ്റെ പൊരുളോടുകൂടി നാം മനസ്സിലാക്കി പോകേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം പറയാമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞുകൊണ്ട് അവസാനിക്കും.